നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 മെയ് മാസം 31 ഞായറാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സ്വല പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ ബുള്ളറ്റിൻ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിച്ചു. CNG കിലോയ്ക്ക് 2 രൂപയാണ് വർദ്ധിച്ചത്. ഈ ആഴ്ചയിൽ ഇത് രണ്ടാം തവണയാണ് CNG വില കൂട്ടുന്നത്. അതേസമയം ഗാർഹിക ആവശ്യങ്ങൾക്കായി പൈപ്പുകൾ വഴി വിതരണം ചെയ്യുന്ന PNGയുടെ വിലയും 50 പൈസ വർദ്ധിപ്പിച്ചു. പുതിയ വർധനവോടെ മുംബൈയിൽ CNG വില കിലോയ്ക്ക് 86 രൂപയിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ നിരവധി തവണയാണ് CNG വില കൂട്ടിയത്. മെയ് 15-ന് 2 രൂപയും 17-ന് 1 രൂപയും 23-ന് വീണ്ടും 1 രൂപയും വർദ്ധിപ്പിച്ചിരുന്നു. തൊട്ടു പിന്നാലെ 26-നും 2 രൂപ വർദ്ധിപ്പിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ പ്രകൃതിവാതകത്തിനുണ്ടായ വില വർധനവും ഇറക്കുമതി ചെലവ് ഉയർന്നതുമാണ് വില കൂട്ടാനായിട്ട് കാരണമെന്ന് എണ്ണ കമ്പനികൾ വ്യക്തമാക്കുന്നു. തുടർച്ചയായിട്ടുണ്ടാകുന്ന ഈ വില വർധനവ് സാധാരണക്കാരെയും അതോടൊപ്പം തന്നെ ഓട്ടോ ടാക്സി ഡ്രൈവർമാരെയും ഒക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇന്ധനവില വർധനവിനെതിരെ ഡൽഹിയിൽ വിവിധ ട്രാൻസ്പോർട്ട് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട്. CNG വില ഉയരുന്ന സാഹചര്യത്തിൽ ഓട്ടോ ടാക്സി നിരക്കുകളൊക്കെ തന്നെ പരിഷ്കരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. പെട്രോൾ ഡീസൽ വിലയും ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് CNG ഉപഭോക്താക്കൾക്കും ഈ അധിക ഭാരം നേരിടേണ്ടി വരുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി UDF സർക്കാർ പ്രഖ്യാപിച്ചു. ഈ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ ചികിത്സാ കവറേജാണ് ലഭിക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ സാധാരണക്കാരുടെ കണ്ണീരൊപ്പിയ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള കാരുണ്യ പദ്ധതി നടപ്പിലാക്കിയത് ഉമ്മൻചാണ്ടിയായിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. ആ കാരുണ്യ സ്മരണകളെയൊക്കെ തന്നെ വീണ്ടും ഉണർത്തിക്കൊണ്ടാണ് UDF ഇപ്പോൾ പുതിയ ഈ പദ്ധതി, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചയായ ഈ പദ്ധതി സാധാരണക്കാരുടെ ചികിത്സാ ചെലവുകൾക്ക് വലിയൊരു ആശ്വാസമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മധ്യവർഗത്തെയും അതോടൊപ്പം തന്നെ ദരിദ്രരെയും ഒക്കെ തന്നെ ഒരുപോലെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് ഇന്നത്തെ ഭീമമായിട്ടുള്ള ചികിത്സാ ചെലവുകൾ. അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന ഒരു ക്യാൻസർ രോഗമോ ഹൃദ്രോഗമോ വാഹന അപകടമോ മതി ഒരിടത്തരം കുടുംബത്തിൻ്റെ ജീവിത സമ്പാദ്യം മുഴുവൻ ഇല്ലാതാക്കാനായിട്ട്. നിലവിലുള്ള പല സർക്കാർ ഇൻഷുറൻസ് പദ്ധതികളും സങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയകൾക്കോ ദീർഘകാല ചികിത്സകൾക്കോ പൂർണ്ണമായിട്ടും പര്യാപ്തമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കിയാണ് പുതിയ പദ്ധതിക്ക് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രികളിലെ വില കൂടിയ പരിശോധനകൾ, അതോടൊപ്പം തന്നെ ICU സൗകര്യങ്ങൾ, ക്യാൻസർ ചികിത്സ തുടങ്ങിയവ ഉൾപ്പെടെ ഈ ഒരൊറ്റ പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. പണമില്ലാത്തതിൻ്റെ പേരിൽ ആർക്കും ചികിത്സ നിഷേധിക്കപ്പെടില്ല എന്ന് ഉറപ്പു നൽകുന്ന ഒരു ജീവൻ രക്ഷാ കവചമായിട്ട് ഈ പദ്ധതി മാറിയേക്കാം. എങ്കിലും ജനങ്ങൾക്ക് ഇത്രയും വലിയ തുകയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകണമെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് സർക്കാർ കോടിക്കണക്കിന് രൂപ പ്രീമിയം ഇനത്തിൽ കൃത്യമായിട്ട് അടയ്ക്കേണ്ടതുണ്ട്. എന്നാൽ ഈ പദ്ധതി സാമ്പത്തികമായിട്ട് എങ്ങനെ നടപ്പിലാക്കുമെന്നോ എന്നു മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നോ പ്രഖ്യാപനത്തിൽ കൃത്യമായിട്ട് പറയുന്നില്ല. നിലവിലുള്ള കാരുണ്യ പദ്ധതി പരിഷ്കരിക്കുകയാണോ അതോ മറ്റ് സർക്കാർ ഇൻഷുറൻസ് പദ്ധതികളെ സംയോജിപ്പിച്ചാണോ ഇത് നടപ്പിലാക്കുക എന്ന കാര്യത്തിലുമൊക്കെ തന്നെ വരും ദിവസങ്ങളിലെ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്ത് കറൻസി നിർമ്മാണത്തിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിനൊരുങ്ങിയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നിലവിലുള്ള കോട്ടൺ അധിഷ്ഠിത പേപ്പർ നോട്ടുകൾക്ക് പകരം ദീർഘകാലം ഈട് നിൽക്കുന്ന പ്ലാസ്റ്റിക് കറൻസി അഥവാ പോളിമർ നോട്ടുകൾ പുറത്തിറക്കാനാണ് RBI ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ 10-20 രൂപയുടെ നോട്ടുകളായിരിക്കും ഇത്തരത്തിൽ പ്ലാസ്റ്റിക്കിൽ അച്ചടിക്കുക. രാജ്യത്ത് കറൻസിയുടെ ആവശ്യം കുത്തനെ ഉയർന്നതും നോട്ടുകളുടെ അച്ചടി സംരക്ഷണ ചെലവൊക്കെ തന്നെ കുറയ്ക്കുക എന്നതുമാണ് ഈ നീക്കത്തിന് പിന്നിൽ. നിലവിൽ കോട്ടൺ ലിനൻ മിശ്രിതം ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ നോട്ടുകളൊക്കെ തന്നെ നിർമ്മിക്കുന്നത്. ഇത്തരം നോട്ടുകൾ ആളുകൾ മടക്കി ഉപയോഗിക്കുന്നതിനാലും വെള്ളം, പൊടി എന്നിവ കാരണവുമൊക്കെ തന്നെ 3-4 വർഷത്തിനുള്ളിൽ ഇത് മുഷിഞ്ഞു പോകുന്നു. എന്നാൽ പേപ്പർ നോട്ടുകളേക്കാൾ 3 മുതൽ 4 മടങ്ങ് വരെ കൂടുതൽ കാലം ഈട് നിൽക്കുന്ന പോളിമർ നോട്ടുകൾ ഈ പ്രശ്നമില്ല. ഇവ പൂർണ്ണമായിട്ട് വാട്ടർ പ്രൂഫാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം മുഷിഞ്ഞതിനെ തുടർന്ന് 2380 കോടി നോട്ടുകളാണ് RBI വിപണിയിൽ നിന്നും പിൻവലിച്ചത്. ഇതിൽ ഭൂരിഭാഗവും 500 രൂപ നോട്ടുകളായിരുന്നു. നോട്ടുകൾ അടിക്കടിയായിട്ട് മാറ്റി അച്ചടിക്കുന്നത് വഴി വലിയ തുകയാണ് സർക്കാരിന് നഷ്ടപ്പെടുന്നത്. പ്ലാസ്റ്റിക് നോട്ടുകൾ വരുന്നതോടെ ഈ ചെലവ് ഗണ്യമായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, പോളിമർ നോട്ടുകളുടെ വ്യാജം നിർമ്മിക്കുക അത്ര എളുപ്പമല്ല. പ്ലാസ്റ്റിക് ആയതിനാൽ തന്നെ കൂടുതൽ സുരക്ഷാ ഫീച്ചറുകളും പ്രത്യേക മഷികളും സുതാര്യമായിട്ടുള്ള വിൻഡോകളും ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും എന്ന പ്രത്യേകത കൂടിയുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്തെ കൃഷിഭൂമിയുടെയും കർഷകരുടെയും കൃത്യമായ വിവരങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രി പദ്ധതിയുടെ അവസാനഘട്ട നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കാർഷിക ആനുകൂല്യങ്ങൾ കാലതാമസമില്ലാതെ നേരിട്ട് കർഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഉടൻ തന്നെ അഗ്രിസ്റ്റാക്ക് പോർട്ടലിൽ
രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കർഷകർക്ക് സ്വന്തമായിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയോ ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, കരമടച്ച രസീത് അല്ലെങ്കിൽ പോക്കുവരവ് രേഖകൾ എന്നിവ ഇതിനായിട്ട് ആവശ്യമാണ്. രജിസ്ട്രേഷനൊക്കെ തന്നെ പൂർത്തിയാകുമ്പോൾ ഓരോ കർഷകനും ഒരു ഏകീകൃത കർഷക ID ലഭിക്കുന്നതാണ്. വില്ലേജ് ഓഫീസുകളിലെ ഭൂരേഖ പരിശോധനയ്ക്ക് ശേഷമേ ഈ ID ലഭ്യമാകൂ എന്നതിനാൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടും ID ലഭിക്കാത്തവർ വില്ലേജ് ഓഫീസുമായിട്ടോ കൃഷിഭവനുമായിട്ടോ ബന്ധപ്പെടേണ്ടതാണ്. ഭൂമിയുടെ രേഖകളും ആധാറും ഒരിക്കൽ ബന്ധിപ്പിക്കുന്നതിലൂടെ ഭാവിയിൽ ഈ എല്ലാ ആനുകൂല്യങ്ങളും സബ്സിഡികളും നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വേഗത്തിൽ എത്തുന്നതായിരിക്കും. കൂടാതെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, ഇൻഷുറൻസ് സ്കീമുകൾ, അതോടൊപ്പം തന്നെ കുറഞ്ഞ പലിശയ്ക്കുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോണുകൾ ഇവയൊക്കെ തന്നെ ലഭിക്കുന്നതിനും ഈ ID നിർബന്ധമാണ്. വരും ദിവസങ്ങളിൽ പരമാവധി കർഷകരെ ഈ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുന്നതിനായിട്ട് വാർഡ്, പഞ്ചായത്ത് തലങ്ങളിലൊക്കെ തന്നെ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. PM കിസാൻ ആനുകൂല്യം വാങ്ങുന്നവർ മാത്രമല്ല, സ്വന്തമായി കൃഷിഭൂമിയുള്ള എല്ലാ കർഷകരും എത്രയും വേഗം തന്നെ അഗ്രിസ്റ്റാക്ക് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് കർഷക ID സ്വന്തമാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പുതിയ സർക്കാർ ഇപ്പോൾ അധികാരത്തിൽ വന്നതോടുകൂടി പെൻഷൻ തുകയിൽ മാറ്റമുണ്ടാകുമോ, വർധനവുണ്ടാകുമോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയരുന്നുണ്ട്. UDF മുന്നണി തെരഞ്ഞെടുപ്പ് വേളയിൽ നൽകിയ 5 പ്രധാന ഗ്യാരണ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നത്. എന്നാൽ മെയ് മാസത്തിലെ വിതരണത്തിൽ ഈ വർധനവ് ഉൾപ്പെടുത്തിയില്ല. 2000 രൂപ തന്നെയാണ് മെയ് മാസം വിതരണം ചെയ്തത്. ഏതായാലും പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ എത്തിയതിനു ശേഷമുള്ള ആദ്യ സംസ്ഥാന ബജറ്റ് ജൂൺ മാസം 19-ാം തീയതിയാണ് അവതരിപ്പിക്കുന്നത്. ഇതിനുശേഷമേ ഇനി ഫണ്ട് വിതരണം, ഇത്തരത്തിലുള്ള വർധനവ് എന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരികയുള്ളൂ. 3000 രൂപയിലേക്ക് പെൻഷൻ തുക ഉയർത്തുന്നതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ തന്നെ കണ്ടെത്തേണ്ടതും അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ തന്നെ നിശ്ചയിക്കേണ്ടതും പുതിയ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിനാൽ തന്നെ ഇപ്പോൾ മെയ് മാസത്തിലെ 2000 രൂപ വിതരണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വരുന്ന മാസങ്ങളിലെ ബജറ്റ് പ്രഖ്യാപനങ്ങളിലൂടെ മാത്രമേ വർദ്ധിപ്പിച്ച തുകയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ചിത്രം നമുക്ക് ലഭ്യമാവുകയുള്ളൂ. സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടും ഒരുപാട് ആളുകൾ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പദ്ധതി നിർത്തലാക്കിയോ എന്ന് പോലും നിരവധി ആളുകൾ ചോദിക്കുകയുണ്ടായി. ഈ പദ്ധതി നിലവിൽ നിർത്തലാക്കുന്നു എന്ന രീതിയിലുള്ള അറിയിപ്പുകളൊന്നും തന്നെ ഔദ്യോഗികമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. കൂടുതൽ ഊർജ്ജസ്വലമായി തന്നെ ഇത്തരം പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സാധ്യത. ഒരുപാട് ആളുകൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ അപ്ഡേറ്റുകൾ ചോദിച്ച് നമുക്ക് മെസ്സേജ് അയക്കാറുള്ളത് കൊണ്ടാണ് ഈ വിവരങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കിപ്പോൾ പങ്കുവയ്ക്കുന്നത്. സാധാരണയായിട്ട് 25-ാം തീയതി മറ്റു പെൻഷനുകൾക്കൊപ്പം തന്നെ ലഭിക്കേണ്ട ഒരു ആനുകൂല്യം കൂടിയാണിത്. എന്നാൽ സർക്കാർ ഈ സമയത്ത് ഇത് പരിഗണിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ ജൂൺ മാസം മുതലായിരിക്കും നമുക്ക് ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യമൊക്കെ തന്നെ ലഭിച്ചു തുടങ്ങുക. നമുക്ക് കുടിശ്ശികയുള്ള ആനുകൂല്യങ്ങൾ കൂടി ഒരുപക്ഷെ ആ സമയത്ത് ലഭിച്ചേക്കാം. എല്ലാവരും കാത്തിരിക്കുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വർധനവുമായി എത്തിയ സ്വർണ്ണവിലയിൽ ശനിയാഴ്ച മെയ് 30-ാം തീയതി ഇടിവ് രേഖപ്പെടുത്തി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 14,395 രൂപയും പവന് 440 രൂപ കുറഞ്ഞ് 1,15,160 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. Please subscribe our channel.